വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലേഡീസ് ഓൺലി ട്രിപ്പാണ്, ഹസ്ബൻഡ്സ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നുമല്ല പോകുന്നത്, കോഴിക്കോട് തന്നെയുള്ള കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ കയറിയതിന് ശേഷം പിന്നെ കുറേ ആൾക്കാരെ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഇപ്പോൾ വണ്ടിയിൽ കയറാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ രാവിലെ പോയിട്ട് നൈറ്റ് ആകുമ്പോഴേക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ഒരു രീതിയിലായിരുന്നു പോയത്. അപ്പോൾ അന്നേ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു ഇനി പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും റിസോർട്ട് എടുത്തിട്ട് ഒരു ദിവസം സ്റ്റേ ആക്കുന്ന രീതിയിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമായിരുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകണമെന്ന്. ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ലേഡീസ് ഓൺലി മാത്രമുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു 12 മണി ആ ഒരു സമയത്താണ്. പിന്നെ ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ, 1.5 മണിക്കൂർ യാത്ര അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അതാ റിസോർട്ടിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡ് ഞങ്ങളെ കൂടുതൽ ഒരാൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഒരാളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ട്രീറ്റ് അവർ ഞങ്ങൾക്ക് തന്നതാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് അവരുണ്ടാക്കി കൊണ്ടുവന്നത്. അതേപോലെ തന്നെ രാത്രിയത്തെ ഫുഡും ഞങ്ങളെ കൂടുതലുള്ള ഒരാൾക്ക് ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവളുടെ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് രാത്രിയത്തോ ഉച്ചക്കത്തതും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഉള്ള ഫുഡ് ഇവർ തയ്യാറാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഓരോ വീട് പോലെ തന്നെയാണ്. 2 ബെഡ്റൂം, ഒരു കിച്ചണ്, ഹാള്, ബാത്റൂം എല്ലാം ഉള്ള നമുക്ക് വീട്ടിൽ നിൽക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ താമസിച്ച റൂമെല്ലാം. 2 ബെഡ്റൂം, ഒരു കിച്ചണ്, ഹാള്, അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും അതേ കോമൺ ആയിട്ട് അതേപോലെ തന്നെ ഒരു ബാത്റൂമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ചെറുതായിട്ട് മഴ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും റെയിൻകോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതിന് മാത്രമുള്ള മഴ ഒന്നും പെയ്തിട്ടില്ല.
അങ്ങനെ എന്താ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ നല്ല അടിപൊളി നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോട ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ റിസോർട്ടിന് ചുറ്റും ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമേലൊക്കെ ഒരുപാട് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ അവിടുന്ന് പറിച്ചിട്ടുണ്ട്. അത് പറിക്കാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ റൂമിലെത്തിയപ്പോഴേക്കും അവർ സ്നാക്സും വൈകുന്നേരത്തെ സ്നാക്സും ചായയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തും കുറച്ച് സ്നാക്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതാ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി ആകുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ പൂളിലേക്കാണ് പോയത്. അങ്ങനെ പൂളിൽ
കുറച്ച് സമയമല്ല, കുറച്ചധികം സമയം തന്നെ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. പുറത്തുനിന്ന് മീൻസ് നമ്മൾ വീട്ടിൽ നിന്നല്ല, ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഫുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടെയുള്ള ഒരാൾക്ക് ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റാണ് രാത്രിയത്തെ ഫുഡ് എന്ന്. അപ്പോൾ അവൾ നാട്ടിൽ തന്നെ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ വരുന്ന സമയത്ത് കൊണ്ടുപോകുന്നതാണ്. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കാൻ കേട്ടോ. അങ്ങനെതാ ഞങ്ങളെ കൂടെ വന്ന് ഒരാൾ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കറിയില്ല സർപ്രൈസായിട്ട് കേക്കൊക്കെ സെറ്റാക്കിയത്. അവൾ റൂമിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ അവിടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഇതാ ആൾ ഞെട്ടിത്തെറിച്ച് നല്ല സർപ്രൈസായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിയിലും കാര്യങ്ങളും എല്ലാം സർപ്രൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞങ്ങൾ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്കും വലിയ സർപ്രൈസ് ആയിട്ട് അവളുടെ ഹസ്ബൻഡും ഫ്രണ്ട്സും മക്കളും കൂടെ വന്നത്. അത് ശരിക്കും എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് ഹസ്ബൻഡ് വന്ന് കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. അവർ വരുന്ന സമയത്ത് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ആരും പ്രതീക്ഷിച്ചില്ല അവർ വരുമെന്ന്. അപ്പോൾ ശരിക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അവൾ ഒരുപാട് ഹാപ്പിയായി, ഞങ്ങളും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അതാ അടുത്ത കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങുന്ന നേരം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും ഒരുപാട് സമയമായിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു ഫ്രൂട്ട് കണ്ടത്. ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് തന്നെ പോയപ്പം ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സ് അവിടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരുപാട് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയും പേരെനിക്കറിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ല ഈ ഒരു ഫ്രൂട്ട്. അപ്പോൾ നമ്മളെ മുട്ടപ്പഴത്തിനൊപ്പം പോലെ കാണാനുണ്ട്, പക്ഷേ ഉള്ളിൽ എന്തോ ഒരു സ്പോഞ്ച് പോലെയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുളിപ്പും മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യേണ്ട ടൈം 12 മണിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രാവിലെ എണീറ്റ ടൈമിനൊന്നും അവിടെ വലിയ പ്രത്യേകിച്ചായിട്ട് ഒരു ക്ലൈമറ്റ് ഞങ്ങൾക്കൊരു മാറ്റം തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈം ഇപ്പോൾ 12 മണിക്കുള്ള ഒരു കാഴ്ചയാണത്. അടിപൊളി കോട ഇറങ്ങിയിട്ട് ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ അവിടുന്ന് പോരാനായി തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ ഇന്നലെ പോയ സമയത്തൊന്നും ഇതേപോലെയുള്ള ഒരു ക്ലൈമറ്റ് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു 12 മണിക്ക് എടുത്ത ഒരു വീഡിയോ ആണിത്. 12 മണി 12:30 ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് എടുത്ത. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ ആ സമയം മുതൽ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് വേറെ എവിടേക്കും പോയിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊന്ന് മാറിയിട്ട് റിസോർട്ട് എടുത്തിട്ട് പുറത്തെല്ലാവരും കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക, അതായിരുന്നു ഞങ്ങളെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് തന്നെയായിരുന്നു. പുറത്തേക്ക് ഒന്നും പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മഴ ആയതുകൊണ്ട് ആ പോക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഉച്ചക്കത്തെ ഫുഡ് നമ്മളെ ബർത്ത്ഡേ ഗേളിൻ്റെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഞങ്ങളെ അന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.